ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. സച്ചിയാണെങ്കിൽ ഹാളിൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയാണ് ഈ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, നാളത്തേക്കുള്ള മാവ് അരച്ചു വെച്ചോ നീ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണം അരച്ചു വെച്ചമ്മ എന്ന് പറയുന്നത്. ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ മുഴുവൻ കഴുകിയോ നീ, അത് കഴുകി വെച്ചമ്മ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് കണ്ട് ദേഷ്യം വരണം. സച്ചിയാണെങ്കിൽ വന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കണം, നിങ്ങൾ കുറേ നേരമായില്ലോ ഹോട്ടൽ ജീവനക്കാരോട് മുതലാളിമാർ കയറണമോ അല്ല ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾക്ക് എന്താ അതൊന്നും കഴുകി വയ്ക്കാൻ പറ്റില്ലേ? അല്ല ഇവള് മാത്രമല്ലോ മരുമകളായിട്ട് ഇവിടെ ഉള്ളത്, വേറെ 2 മരുമകളുണ്ടല്ലോ, അവരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? എന്താ അവർക്കെന്താ സ്പെഷ്യലായിട്ട് വല്ല കൊമ്പ് മുളച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് പറ്റാണ്ട് ചന്ദ്രമതി മുകളിലേക്ക് പോവാണ്. പിന്നീട് സച്ചിയാണെങ്കിൽ പറയണേ, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേക്കുക, പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുതെന്ന് പറയുകയാണ് കേട്ടോ രേവതിയോട്. പിന്നീട് കാണിക്കണം നമ്മുടെ വർഷയുടെ അമ്മ വരികയാണ്. വർഷയുടെ അമ്മ വന്നിട്ട് പറയുകയാണ്, വർഷയുടെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും ആൾക്കാർക്കും ഒന്നും ശ്രീകാന്തിനെ അറിയില്ല, ശ്രീകാന്തിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ആ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ സുധീർത്ത് വന്നിട്ട് പറയുന്നത്, എന്തായാലും നിൻ്റെ അച്ഛൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സുധീർ, അയ്യോ അമ്മേ മലേഷ്യയിൽ നിന്ന് അച്ഛന് വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇനി നീ ഒഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലാന്ന് തന്നെ ഞാൻ കരുതുമെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ഷോക്കാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആരും ലൈക്ക് മാത്രം അടിക്കുന്നില്ല, വിഷമമുണ്ട്.